കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നതോടെ LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ജനങ്ങളെ സമീപിക്കുന്നത്. ഇനി 30 ദിവസം മാത്രം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കേരളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇടതു മുന്നണിയും വികസന പദ്ധതികളും പ്രവർത്തകരും ഒക്കെ ഒറ്റക്കെട്ടായി ജനങ്ങളിലേക്ക്. ജനങ്ങളുടെ ഭാവിക്കായി പ്രാദേശിക അധികാരം കാര്യക്ഷമമായി വിനിയോഗിക്കാൻ കഴിഞ്ഞു, അത് ചെയ്യിപ്പിച്ചു എന്നതാണ് ഇടതിന്റെ പ്രധാന നേട്ടം. ഭൂരിപക്ഷം പ്രദേശങ്ങളിലും LDF സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങി കഴിഞ്ഞു. ഈ നേട്ടങ്ങളും മുൻനിർത്തി തന്നെ ചിലയിടങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ കൂടി എടുക്കും. യുവാക്കളും പരിചയസമ്പന്നരും സ്ത്രീകളും ഉൾപ്പെടെ മികച്ച ഒരു കൂട്ടായ്മയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. ത്രിതല പഞ്ചായത്തുകളെ ജനകീയമാക്കുന്ന പ്രക്രിയ ഏറ്റവും കരുത്താർജിച്ചത് LDF ഭരിക്കുമ്പോൾ തന്നെയാണ്. ജനകീയാസൂത്രണം കൊണ്ടുവന്നത് തന്നെ LDF-ഉം CPM ആണെന്ന് ഓർക്കണം. നിലവിലുള്ള 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ 755-ലും LDF ഭരിക്കുകയാണ്. ഗ്രാമ നഗര മേഖലകൾ ഒക്കെ ഇടതിനൊപ്പം ചേർന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടത്. ഇക്കുറിയും ഒരു മാറ്റവും ഉണ്ടാകില്ല. കാരണം പ്രാദേശിക തലത്തിലുണ്ടായ വികസന കുതിപ്പുകൾ ഈ തരംഗത്തെ കൂടുതൽ കരുത്തേറുകയാണ്. LDF സർക്കാർ എങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങളെ കാണുന്നത് എന്നൊരു ഉദാഹരണമാണ് 2011-16 കാലത്തെയും കഴിഞ്ഞ 9.5 വർഷത്തെയും സമീപനത്തിന്റെ വ്യത്യാസം. പിണറായി സർക്കാർ ശരാശരി 1,00,000 കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ കാലയളവിൽ അനുവദിച്ചത്. ഇതിന്റെ 1/4 മാത്രമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ദാനമായി നൽകിയത് തദ്ദേശ സ്ഥാപനങ്ങൾ. ഇന്ത്യക്ക് മാതൃകയായി ഇന്ന് കേന്ദ്ര ഏജൻസികൾ അംഗീകരിച്ച ഒട്ടനവധി സംസ്ഥാനങ്ങൾ ഏറ്റെടുത്ത പദ്ധതികൾക്കൊപ്പം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചാണ് നിലവിലെ ഭരണം മുന്നോട്ട് പോകുന്നത്. പശ്ചാത്തല വികസനം, വ്യാവസായിക വികസനം, പൊതു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി എന്നിങ്ങനെ ചരിത്രത്തിൽ തന്നെ മറ്റൊരു സംസ്ഥാനവും കാണാത്ത മാറ്റങ്ങളാണ് കേരളത്തിൽ. ക്ഷേമ പെൻഷൻ വർധനവും സ്കീം തൊഴിലടക്കം എല്ലാ സേവന മേഖലയിലും ഉള്ളവർക്കുള്ള ശമ്പള വർധനയും നടപ്പാക്കി കഴിഞ്ഞു. അവശ്യർക്കും സ്വാശ്രയർക്കും പാവങ്ങൾക്കും ഒപ്പം സർക്കാരുണ്ടെന്നൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായി. അതിദരിദ്രമില്ലാത്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം നവംബർ 1 നടത്തി. അത് ചെറിയ കാര്യമൊന്നുമല്ല. പിന്നെ ക്രമസമാധാന പാലനം ഏറ്റവും മികച്ചതാണെന്ന് ഉറപ്പുവരുത്തിയ കാലഘട്ടം കൂടിയാണ് ഈ 2 ഘട്ടത്തിലെ പിണറായി സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ LDF പൂർണ്ണസജ്ജമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വരെ വ്യക്തമാക്കി കഴിഞ്ഞു. എല്ലാ ജില്ലകളിലും സ്ഥാനാർത്ഥികൾക്ക് നിശ്ചയിച്ചു കഴിഞ്ഞു. തർക്കങ്ങളൊന്നുമില്ല. LDF ഏകോപിതമായി ഇത്തവണയും മത്സരിക്കുമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പറയാനുള്ളത്. എല്ലായിടത്തും LDF സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നും മികച്ച സ്ഥാനാർത്ഥികളാണ് ഇക്കുറിയും രംഗത്തുള്ളതെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റും തദ്ദേശ സ്ഥാപനങ്ങളും ഇക്കുറി LDF നേടുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ഉറപ്പു പറയുന്നത്. ഏത് ചെറു കാര്യവും ഊതി വീർപ്പിക്കുന്ന കോൺഗ്രസും BJP-യും ഒക്കെ പടിക്ക് പുറത്തേക്കുന്ന ജനങ്ങൾ വിധി എഴുതുമെന്നും അദ്ദേഹം പറയുന്നു. പിന്നെ LDF-ന്റെ വിജയം സുനിശ്ചിതമാണെന്നാണ് ഘടകകക്ഷികൾ പറയുന്നത്. ഒരേ സ്വരത്തിലാണ് ഘടകകക്ഷികൾ പറയുന്നത്. CPI-യും LDF-ഉം പൂർണ്ണ സജ്ജമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. CPI-യുടെ പ്രവർത്തകർ ഏറ്റവും താഴെത്തലം വരെ ഒരേ മനസ്സോടെയാണ് മറ്റ് CPM-നും മറ്റ് ഘടകകക്ഷികൾക്കൊപ്പം പ്രവർത്തിക്കുന്നത്. അധികാര വികേന്ദ്രീകരണത്തിലെ രാഷ്ട്രീയം ആരെക്കാളും ഉൾക്കൊണ്ടതും പ്രാവർത്തികമാക്കിയതും ഇടതുപക്ഷമാണെന്നും ബിനോയ് വിശ്വം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇടത് സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനം വിലയിരുത്തുക തന്നെയാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. അത് നല്ല രീതിയിലുള്ള വിലയിരുത്തലുമാണ്. തെരഞ്ഞെടുപ്പിന് LDF സജ്ജമായി കഴിഞ്ഞു. കേരളം കൈവരിച്ച നേട്ടം ഉയർത്തിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുമെന്നും നേട്ടങ്ങൾ ചർച്ചയാകുമെന്നും ചർച്ച വേണമെന്നും കേരളത്തിന്റെ നല്ല ഭാവിക്ക് ഈ നേട്ടങ്ങൾ ചർച്ച ചെയ്ത് ഭാവി വികസന പദ്ധതികൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു രംഗമാകട്ടെ ഈ പ്രചരണ പരിപാടി എന്നുമാണ് അദ്ദേഹം ആശംസിച്ചത്. ആരുമായും രഹസ്യധാരണയില്ലെന്നും അന്തർധാരയുമില്ലെന്നും മതനിരപേക്ഷ കക്ഷികളുമായി മാത്രം ബന്ധമുണ്ടെന്നും ഘടകകക്ഷികളുമായി തർക്കമില്ലെന്നും ഒക്കെ തങ്ങളുടെ കഴിവാണെന്നും LDF കൺവീനർ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ LDF അനുകൂല തരംഗമുണ്ടാകുമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് മുന്നണിയിലെ മറ്റൊരു പ്രധാന കക്ഷിയായ ജോസ് കെ മാണി, കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവ് ജോസ് കെ മാണി. LDF-ന് അനുകൂലമായ ജനതരംഗം ഉണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ വ്യക്തമാക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വികസനവും സാമൂഹിക സുരക്ഷയും ഉറപ്പുവരുത്തിയതിനാൽ വിജയം സുനിശ്ചിതമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. വികസന സദസ്സുകൾ ഈ സന്ദേശമാണ് കേരളത്തിൽ നൽകിയതെന്ന് തനിക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാനായതായി ജോസ് കെ മാണി പറയും. എന്തായാലും ഇടതു മുന്നണി ഘടകകക്ഷികളും CPM-ഉം എല്ലാം ഒറ്റക്കെട്ടാണ്. തർക്കങ്ങളൊന്നുമില്ലാതെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ഇക്കുറിയും നേടുമെന്നതിൽ യാതൊരു